ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു അന്ധയാചകൻ ഈശോയെക്കുറിച്ച് കേട്ടു. അവന് കാഴ്ച പ്രാപിക്കണമെന്ന് വലിയ ആഗ്രഹം. കണ്ണില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം എത്രയോ ദുരന്തപൂർണ്ണമാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ തന്നെ പറയാറുണ്ട്, കണ്ണുള്ളപ്പം കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല എന്ന്. അപ്പോൾ ഈ കണ്ണുപൊട്ടന് വലിയൊരാഗ്രഹം, അവന് കാഴ്ച കിട്ടണം. അവൻ അതിനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ പിച്ചതണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജെറീക്കോയിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ ഈ അന്ധയാചകൻ വഴിയരിയിൽ ഭിക്ഷ യാചിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് മനുഷ്യർ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അന്നേരമൊന്നും വലിയ കോലാഹലങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ ഈശോ കടന്നു പോകുന്നത് കേട്ട് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ആരവം കേൾക്കുന്നു. അപ്പോൾ അവൻ അന്വേഷിച്ചു, എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഈശോയുടെ പെരുമാറ്റം വളരെ കാരുണ്യത്തോടു കൂടിയുള്ളൊരു പെരുമാറ്റമാണ്. വളരെ സ്നേഹപൂർവമായ ഈശോയുടെ ഒരു സമീപനം, കർത്താവിൻ്റെ കാരുണ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ അന്ധയാചകൻ്റെ മുമ്പിൽ മാത്രമല്ല, കർത്താവ് എല്ലാവരുടെയും മുമ്പിൽ ഇതേ കാരുണ്യം കാണിക്കുന്നുണ്ട്. അന്ധയാചകൻ വളരെ നിഷ്കളങ്കനാണ്. ജീവിതത്തിൽ പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും അവൻ്റെ അന്ധത കർത്താവ് അത് വളരെ വേഗം സുഖപ്പെടുത്താൻ തിരുമനസ്സാവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അതാണ് അവൻ്റെ ആദ്യത്തെ അന്വേഷണം. ആര് പോയാലെന്താ, എനിക്കെൻ്റെ പാത്രത്തിൽ 10 രൂപ വീഴണമെന്നല്ല അവൻ കരുതിയത്. അവൻ അന്വേഷിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്. സാധാരണ എല്ലാ ധർമ്മക്കാരുടെയും ചിന്ത, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, ആര് കടന്നു പോയാലും അവർക്കൊരു പ്രശ്നമല്ല. അപ്പം നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് അവൻ്റെ അന്വേഷണത്തിൽ നിന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ ബഹളം വെച്ചു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. അവൻ വലിയ ബഹളം വയ്ക്കുക. ജനക്കൂട്ടത്തിൻ്റെ ഒരു ബഹളമുണ്ട്. ആ ബഹളത്തെയെല്ലാം അതിജീവിക്കുന്ന തരത്തിൽ ഈശോ കേൾക്കണം, അത്രത്തോളം ശക്തമായിട്ട് അവൻ നിലവിളിക്കുന്നു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. അവന് അന്വേഷിച്ചു, ഈശോ ആണെന്ന് മനസ്സിലാക്കി. ഈശോ ആണെന്ന് മനസ്സിലാക്കിയ ക്ഷണത്തിൽ അവനിതാ നിലവിളിക്കുകയാണ് വലിയ ഉച്ചത്തിൽ. ചുറ്റുമുള്ളവർ പറഞ്ഞടാ, മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചു. അവൻ്റെ ആ കാർച്ചയും ബഹളവും നിർത്താനായിട്ട് അവർ പരിശ്രമിച്ചു. കണ്ണുപൊട്ടനാണെങ്കിലും അവൻ ഈശോയെ അറിയാം. അവൻ യേശുവിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവാൻ, വായിച്ചിട്ട് പ്രവാചക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട്, സങ്കീർത്തനങ്ങൾ വായിച്ചിട്ട്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്ന ഏതെങ്കിലും ഗ്രന്ഥം വായിച്ചിട്ട് രക്ഷകനെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയതല്ല. അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. യേശുവിനെ അറിയുവാൻ അവനൊരു താല്പര്യമെടുത്തു. ഇങ്ങനെ ഒരു രക്ഷകൻ ജനിച്ചിട്ടുണ്ടെന്നും അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നവനാണ്, പിശാച് ബാധിതരെ മോചിപ്പിക്കുന്നവനാണ്, അന്ധൻ്റെ കണ്ണു തുറക്കുന്നവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്, വേണ്ടതെല്ലാം നൽകുന്നവനാണ് ഈ രക്ഷകൻ. അങ്ങനെ ഒരു രക്ഷകൻ ജനിച്ചിട്ടുണ്ട്. ആ വാർത്ത അവൻ കേട്ടിട്ടുണ്ട്. ഇതാ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്മസ് ദിനത്തിൽ മാലാഖമാർ പാടി. അത് കേട്ടിട്ടുണ്ട് അവനത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ യേശുവിനെ അവൻ നന്നായിട്ട് മനസ്സിലാക്കി. ഈശോ ആരാണ്? ഈശോ ദൈവപുത്രനാണ്, രക്ഷകനാണ്, അവൻ സൗഖ്യം നൽകുന്നവനാണ്, പാപികൾക്ക് മോചനം നൽകുന്നവനാണ്, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നവനാണ്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. അവൻ ഇതെല്ലാം കേട്ട് ഈശോയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി. അവൻ ഈശോയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് നസ്രായനായ ഈശോയാണ് പോകുന്നത് എന്ന കേട്ട ക്ഷണത്തിൽ അവൻ നിലവിളിക്കാൻ തുടങ്ങിയത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ്റെ അറിവ്, രക്ഷകനെക്കുറിച്ചുള്ള അവൻ്റെ അറിവ് എത്ര വലുതായിരുന്നു.
ഈ രക്ഷകനെ പിടിച്ചാൽ അവൻ്റെ കാര്യം നടക്കുമെന്ന് അവന് വളരെ വ്യക്തമായിട്ട് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ കണ്ണുപൊട്ടന് ഈശോയെക്കുറിച്ച് അത്രത്തോളം അറിയാമായിരുന്നു. നമുക്ക് ഈശോയെക്കുറിച്ച് എന്തറിയാം? ഞാൻ യേശുവിനെ അറിയാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ മുമ്പിൽ വചനമുണ്ട്, എൻ്റെ മുമ്പിൽ സഭയുണ്ട്, കുദാശകളുണ്ട്. ഞാൻ എത്രത്തോളം ഈശോയുടെ അടുത്ത് വരാൻ ഈ അന്ധയാചകൻ നിലവിളിച്ചു. അന്ധൻ ഈശോയെക്കുറിച്ച് മനസ്സിലാക്കി. അന്ധൻ ഈശോയെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. അവൻ ഈശോയെക്കുറിച്ചുള്ള നല്ല അറിവ് അവൻ സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ ഈശോയെ അറിയാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവന് കൊടുക്കാൻ സൗഖ്യം കർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഈശോയെ അറിയാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ആധ്യാത്മിക ജീവിതം എങ്ങനെയാണ്? ഞാൻ എന്ത് വില കൊടുത്തിട്ടുണ്ട്? അന്ധനായ മനുഷ്യന് അവരവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ ഈശോയെ കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരെയും അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞും കേട്ടറിഞ്ഞുമുള്ള അറിവുകൾ അതിനവൻ മെനക്കെട്ടിട്ടുണ്ട്. ഈശോയെക്കുറിച്ചും പഠിക്കാൻ അവൻ നന്നായിട്ട് മെനക്കെട്ടു. ഈശോയെ മനസ്സിലാക്കാനും ഈശോയെ പഠിക്കാനും ഈശോയെക്കുറിച്ച് അറിയാനും ഞാൻ എന്തുമാത്രം സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഞാൻ എന്തുമാത്രം അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, എന്തുമാത്രം സമയം ഞാൻ അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അവൻ്റെ ഉള്ളിൽ കരുതി വെച്ച ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഈ നസ്രായനെക്കുറിച്ച് കേട്ട് ഈ നസ്രായനായ ഈശോ സൗഖ്യം നൽകുന്നവനാണ്, ഈ നസ്രായൻ രക്ഷകനാണ്, അവൻ ദൈവപുത്രനാണ്, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് അവൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ കരുതി വെച്ച ഒരു വിശ്വാസമുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ. ആ കരുതി വെച്ച വിശ്വാസം ഇതാണ്: എന്നെങ്കിലും ഈ നസ്രായനെ ഒന്ന് കാണാനിടയായാൽ, എന്നെങ്കിലും ഈ നസ്രായൻ എൻ്റെ അടുത്തുകൂടി ഒന്ന് കടന്നു പോകാൻ ഇടയായാൽ തീർച്ചയായിട്ടും ഞാൻ ഈ രക്ഷകനെ സമീപിക്കും, ഈ രക്ഷകൻ്റെ അനുഗ്രഹം ഞാൻ മേടിച്ചെടുക്കും. ഇവന് അന്ധൻ ഇങ്ങനെ നഗരങ്ങൾ മാറി മാറി, റോഡുകൾ മാറി മാറി അവൻ ഭിക്ഷ തണ്ടാനായിട്ട് നാടുകൾ മാറി മാറി അവൻ പോയിട്ടുണ്ട്. എവിടെയെങ്കിലും രക്ഷകനെ ഈ നസ്രായനെ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്നെങ്കിലും ഈ നസ്രായൻ അടുത്തുകൂടെ പോകാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അന്ന് അവൻ്റെ അടുത്ത് നിന്ന് ഈ അനുഗ്രഹം എനിക്ക് പിടിച്ചു വാങ്ങാം. അവൻ ഉള്ളിൽ കരുതി വെച്ച ഒരു വിശ്വാസമായിരുന്നു അത്. നസ്രായനെക്കുറിച്ച് കേട്ടപ്പോഴൊന്നും അവൻ പൊട്ടനാണ്, കണ്ണുപൊട്ടനാണ്, അവന് ബാക്കിയുള്ളവർ ഈ നസ്രായനെ അന്വേഷിച്ച് പോകുന്നത് പോലെ പോകാനുള്ള ഒരു മാർഗവും അവനില്ല. അവൻ ഉള്ളിൽ കരുതി, എന്നെങ്കിലും എൻ്റെ അടുത്തുകൂടെ ഈ രക്ഷകൻ കടന്നു പോയാൽ ഈ രക്ഷകനെ ഞാൻ സമീപിക്കും, ആ രക്ഷകൻ്റെ അടുത്ത് നിന്ന്, ഈ നസ്രായൻ്റെ അടുത്ത് നിന്ന് ഞാൻ കൃപ മേടിച്ചെടുക്കും. അതുകൊണ്ടാണ് അവൻ വിളിച്ചു കൂവിയത്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. അതുകൊണ്ടാണ് അവനോട് മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് അവനെ നിശബ്ദനാക്കാൻ ചുറ്റുമുള്ളവരെല്ലാം പരിശ്രമിക്കുന്നത്. അവർക്കൊക്കെ കണ്ണ് കാണാം, അവർക്കൊക്കെ ഇവൻ ആരുമല്ല. ഈ പൊട്ടനെ മിണ്ടാതിരുത്തിയാലും അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവനെ ശാസിച്ചാലും ആരും ഒന്നും പറയില്ല, കാരണം അവൻ ആരുമില്ല. മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് അവനെ നിശബ്ദനാക്കി അവനെ വഴിയുടെ ഒരു സൈഡിലേക്ക് തള്ളി മാറ്റിയിട്ട് പോയാലും ആരും ആരോടും ചോദിക്കാനില്ല. കാഴ്ചയുള്ളവരാണ്, കാഴ്ചയില്ലാത്തതിൻ്റെ ഒരു വിഷമം അവർക്കാർക്കും അറിയത്തില്ല. അവിടെയാണ് ഈശോ നിന്നിട്ട് അവനെ വിളിക്കുന്നത്. ചുറ്റുമുള്ളവർ ഒത്തിരി തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചു. ഈ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കുന്ന വിധത്തിൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് വചനം പറയുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ അടുത്ത് എത്തുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ ഒരുപാട് പേര് ഉണ്ടാവും. നല്ലൊരു ആധ്യാത്മിക ജീവിതം നയിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്നെ തടസ്സപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു പള്ളിയിൽ ഞാൻ ഒരിക്കൽ ചോദിച്ചു, അന്വേഷിച്ചു, മുൻപിലൊന്നും ആൾക്കാർ കയറിക്കില്ല കുർബാനയ്ക്ക്. അപ്പോൾ അവൻ ചോദിച്ചു, മുമ്പിലൊന്നും ആൾക്കാർ വന്ന് നിൽക്കാത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ മുമ്പിൽ പോയി നിന്നാൽ എല്ലാവരും ബ്രോ ഒരു പുണ്യവാളം വന്നിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ ആ പേരെനിക്ക് കിട്ടും. അതുകൊണ്ട് പേടിച്ച് ഞാൻ പുറകിൽ പോയി നിൽക്കുന്നു. മുമ്പോട്ട് കയറി നിൽക്കുവാൻ എനിക്ക് താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണ്. എന്തു ചെയ്യും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മുടെ സഭയിലേക്ക് കടന്നു വരാനും വിശ്വാസം സ്വീകരിക്കാനും വിശ്വാസികൾ അല്ലാത്തവർ വരാത്തതിൻ്റെ ഒരു കാരണം ഒരാൾ എന്നോട് പറഞ്ഞത്, അച്ഛോ, ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ച് പള്ളിയിലേക്ക് വന്നാൽ, സഭയിലേക്ക് വന്നാൽ എൻ്റെ മക്കൾക്ക് കല്യാണം കഴിക്കാൻ സമയമാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. സഭയിൽ നിന്ന് അല്ലെങ്കിൽ പുരാതന ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിൽ നിന്നൊന്നും എനിക്ക് എൻ്റെ മക്കൾക്ക് വിവാഹബന്ധങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ആയിരിക്കുന്ന മതത്തിൽ വീണ്ടും പോയി എനിക്ക് എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുകയുമില്ല. ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു ക്രിസ്തുവിശ്വാസിയാകുന്നതിൽ വലിയ തടസ്സമൊന്നും എനിക്കില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നത് വിശ്വാസികളായവർ വേണ്ട വിധത്തിൽ എന്നെ സ്വീകരിക്കുകയില്ല എന്നുള്ള ആ മനുഷ്യൻ്റെ ഒരു പരാതിയാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നവരെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുവാൻ നമ്മളിന്ന് ഒരുക്കമല്ല. ഈ ഒരു വലിയ പരാജയം ദൈവമക്കളാണ് എന്ന് അഭിമാനിക്കുന്ന നമുക്കിങ്ങനെ ഒരു പരാജയം ഉണ്ട്. പുരാതന ക്രിസ്ത്യാനികൾ മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോവുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുക, എല്ലാവരെയും ദൈവമക്കളാക്കുക. പക്ഷേ ഇന്ന് നേരത്തെ ദൈവമക്കളായ നമ്മൾ ഈ അന്ധനായ യാചകനോട് മിണ്ടരുതടാ എന്ന് പറഞ്ഞ് അവനെ നിശബ്ദനാക്കാൻ പരിശ്രമിച്ച ആ ജനക്കൂട്ടത്തിൻ്റെ ഒരു സ്വഭാവം നമ്മളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. പുതുതായി ക്രിസ്തുമതത്തിലേക്ക് വരുന്നവരെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറല്ല. നീ ഇങ്ങോട്ട് പോരണ്ട എന്ന് പറയാനാണ് നമുക്കൊക്കെ ഇഷ്ടം. പക്ഷേ കർത്താവിൻ്റെ ഒരു കൽപ്പന, ലോകമെങ്ങും പോയി നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത് രണ്ടും കൂടി നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്ന ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ആരംഭിച്ചാൽ തടസ്സപ്പെടുത്തുവാൻ ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ വരും. ഈ അന്ധനായ മനുഷ്യൻ അതിന് നമുക്ക് മാതൃകയാണ്. ഈ ബഹളങ്ങളെയെല്ലാം, മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുന്ന ആ ബഹളത്തെയും യേശുവിൻ്റെ ചുറ്റും കൂടിയ ജനത്തിൻ്റെ ആ ബഹളത്തെയും അതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു സ്വരം അവൻ പുറപ്പെടുവിച്ചു, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേന്ന്. അത് യേശു കേട്ടു. അവൻ്റെ ഉള്ളിലെ വിശ്വാസം ഈശോയുടെ ഹൃദയത്തിൽ എത്തി. നമ്മൾ കാത്തു സൂക്ഷിച്ച് വിൽക്കുന്ന ഒരു വിശ്വാസം അത് ഈശോയുടെ ഹൃദയത്തിൽ എത്തും. എന്നിട്ടാണ് ഈശോ അവനെ വിളിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈശോയുടെ ചോദ്യമാണ്. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവന് കാഴ്ച കർത്താവ് ആ ക്ഷണത്തിൽ കൊടുത്തു. ഒന്നും ചോദിച്ചില്ല. അവനും ഈശോയെ അനുഗമിച്ചു. നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന വിശ്വാസം അത് യേശുവിൻ്റെ ഹൃദയത്തിൽ എത്തും. ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യനെ, വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ തുച്ഛമായ വരുമാനം, അതിൽ നിന്നും അദ്ദേഹം ദശാംശം കൊടുക്കും. അവൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്. അവൻ 1000 രൂപ കിട്ടുമ്പോൾ അവൻ 100 രൂപ കൊടുത്ത് ബാക്കി 900 രൂപ കൊണ്ട് അവന് കാര്യം നടത്തും. 1000 കൂടെ കിട്ടിയാൽ അവന് തികയാത്ത ഒരവസ്ഥ, കാര്യങ്ങൾ നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ പോലും അവൻ ആ 100 രൂപ കൊടുക്കുന്നതിൽ ഒരിക്കലും ഒരു മുടക്കം വരുത്തില്ല. കാരണം അവൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നിന്നു, ചിന്തിച്ചു, ഞാൻ ഏതവസ്ഥയിലായിരുന്നു. ഇന്ന് അവൻ്റെ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടി, വിദേശത്തും സ്വദേശത്തുമായി നല്ല ജോലി. അവൻ ആ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് സ്വപ്നം കാണാനായിട്ട് എനിക്ക് പറ്റുകയില്ലായിരുന്നു അച്ഛാ. ഇതിന്നും എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. അവൻ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച ഒരു വിശ്വാസം
കർത്താവിൻ്റെ വചനം ഞാൻ പാലിച്ചാൽ, എനിക്ക് കിട്ടുന്നതിൻ്റെ ദശാംശം ഞാൻ കൊടുത്താൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹം വാരിക്കോരി വന്നു. ഇന്നവൻ പറയുന്ന അച്ഛാ, വായ്പ വാങ്ങാൻ എനിക്കിട വന്നിട്ടില്ല. എന്നാൽ ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ വായ്പ കൊടുക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം. നിനക്ക് വായ്പ വാങ്ങേണ്ടി വരില്ല, എന്നാൽ നീ മറ്റുള്ളവർക്ക് നീ വായ്പ കൊടുക്കും. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം മുഴുവനും കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് വായ്പ വാങ്ങാൻ ഇട വന്നിട്ടില്ല, വായ്പ കൊടുക്കാൻ ഇടവരികയും ചെയ്യും. അപ്പം ഞാൻ കരുതിയിരിക്കുന്നത് അവൻ കാണുന്നു. എൻ്റെ ഉള്ളിലെ എല്ലാ കരുതലുകളും, എൻ്റെ എല്ലാ ചിന്തകളും, എൻ്റെ എല്ലാ പരിശ്രമം, എൻ്റെ എല്ലാ ആശയങ്ങളും, ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്ന എല്ലാ ആശയങ്ങളും എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. സങ്കീർത്തനം 92-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ അവൻ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. അവരെന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. 92-ാം സങ്കീർത്തനം 12-ാമത്തെ തിരുവചനം, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. അവരെന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ഒരു ക്ഷീണവും അവന് അനുഭവപ്പെടില്ല. കർത്താവിൻ്റെ ഭവനത്തിലാണ് നട്ടിരിക്കുന്നത്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. വളവും വെള്ളവും എല്ലാം കർത്താവിൻ്റെ ഭവനത്തിൽ നിന്നാണ്. അതിൻ്റെ മേൽനോട്ടം കർത്താവാണ്. അതുകൊണ്ടാണ് അവൻ പന പോലെ തഴച്ചു വളരുന്നത്, ലെബനോനിലെ ദേവദാരു പോലെ വളരുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ അന്ധയാചകൻ, അവന് നസറായനായ യേശു പോകുന്നു എന്ന് പെട്ടെന്ന് അവന് വിവരം ലഭിച്ചു. അവന് മനസ്സിലായി, മരിച്ചവരെ ഉയർപ്പിച്ചവനാണ് കടന്നു പോകുന്നത്, പാപം മോചിക്കുന്നവനാണ് ഈ കടന്നു പോകുന്നത്, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയവനാണ് ഈ കടന്നു പോകുന്നത്. സാധാരണ ഒരു ധർമ്മക്കാരന് അവൻ എതിലേ പോയാൽ എനിക്കെന്ത് ചെയ്തം, ആര് പോയാലും വേണ്ടില്ല, എനിക്ക് 10 രൂപ കിട്ടിയാൽ മതി. എന്നാൽ ഈ ഒരു ചിന്തയല്ല ഈ അന്ധയാചകൻ. എനിക്കും വേണം അവൻ്റെ അനുഗ്രഹം. അവൻ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, പിശാചുബാധിതരെ മോചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അനുഗ്രഹം ഇഷ്ടം പോലെ വാരിക്കോടി കൊടുക്കുന്നവനാണ്. ആ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ മുമ്പിൽ വിരിച്ചിരിക്കുന്ന ഈ തുണിയിൽ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ 10 രൂപയോ വീഴുകയല്ല വേണ്ടിയത്, എനിക്ക് അവൻ്റെ അനുഗ്രഹമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിലവിളിക്കുന്നത്. ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. 92-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ തിരുവചനം പറയുന്നു, ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിനകത്തൊരു അനുഗ്രഹമുണ്ടെന്നും ഈ രക്ഷകനെ കരഞ്ഞു കഴിയുമ്പോൾ, നിലവിളിച്ചു കഴിയുമ്പോൾ അവനൊരു അനുഗ്രഹം കിട്ടും. ഇതൊക്കെ അന്ധനായ യാചകനറിയാം. അവൻ ഈശോയെക്കുറിച്ച് വേണ്ടത്ര അവൻ പഠിച്ചിട്ടുണ്ട്. നല്ല അറിവ് ഈശോയെക്കുറിച്ച് അവൻ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ബുദ്ധിഹീനനിത് അജ്ഞാതമാണ്. അവൻ ബുദ്ധിമാനാണ്. എന്നാൽ 92-ാം സങ്കീർത്തനം 6-ാമത്തെ തിരുവചനം പറയുന്നു, ബുദ്ധിഹീനനിത് അജ്ഞാതമാണ്, ഭോഷനിത് മനസ്സിലാക്കാനും പറ്റുകയില്ല. അവൻ എന്തു ചെയ്യും? അവൻ കണ്ണുപൊട്ടനാണെങ്കിലും അവൻ്റെ മുമ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ വീഴുന്നതിൽ മാത്രമായിരിക്കും അവൻ്റെ ശ്രദ്ധ. കടന്നു പോകുന്നതിനെക്കുറിച്ചോ നാട്ടിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചോ, രക്ഷകൻ കടന്നു പോകുന്നു, സൗഖ്യം നൽകാൻ കഴിവുള്ളവൻ കടന്നു പോകുന്നു, ഇതൊന്നും അവനൊരു വിഷയമല്ല. അവൻ ബുദ്ധിഹീനനായതുകൊണ്ട് അവൻ അതൊന്നും മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈ നിലവിളിച്ച അന്ധനായ യാചകൻ്റെ ഒരു നിലപാട് നമുക്കും ആവശ്യമാണ്.
ആ ഒരു നിലപാടിലേക്ക് വരാൻ കഴിഞ്ഞാൽ ഈശോയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും അറിയുക. വചനത്തിൽ ഈശോയെ കണ്ടുമുട്ടുക, സഭയിൽ ഈശോയെ കണ്ടുമുട്ടുക. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സംസാരിക്കുന്ന അവൻ്റെ ഒരു സ്വരമുണ്ട്. അതിന് ഞാൻ കാതോർക്കുക. അതിന് ഞാൻ കാതോർക്കുമ്പം എന്നിൽ അനുഗ്രഹങ്ങൾ വരും. 92-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവൃത്തികളും, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ, ലോകചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഉള്ള അങ്ങയുടെ പ്രവൃത്തികൾ ഞാൻ നോക്കുമ്പോൾ അതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അങ്ങയുടെ ഇടപെടലുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് നിൻ്റെ ആ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കും. ഈ അന്ധന് മാത്രമല്ല കർത്താവ് നൽകുന്നത് അനുഗ്രഹങ്ങൾ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 31-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം, സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങി വരും. പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറൂസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ഇത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങി വരും. എന്താണ് തമ്പുരാൻ്റെ സംരക്ഷണത്തിൻ്റെ മാനദണ്ഡം? പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറൂസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. തള്ളപ്പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംരക്ഷണമാണ് അതിൻ്റെ ചിറകുകളുടെ ഉള്ളിൽ കൊടുക്കുന്ന സംരക്ഷണം. കാരണം തള്ളപ്പക്ഷി അതിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സംരക്ഷണമാണ് ആ ചിറകുകളുടെ ഉള്ളിൽ കൊടുക്കുന്നത്. എല്ലാത്തിൽ നിന്നും സംരക്ഷണം. കാരണം തള്ളപ്പക്ഷിയുടെ ഒരു സ്നേഹവും കൂടി ആ ചിറക് കൊണ്ട് പൊതിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നു. തള്ളപ്പക്ഷിയുടെ ഒരു സ്നേഹമാണ് ആ കവറിങ്, ആ ചിറകും കൊണ്ടുള്ള കവറിങ്. അതതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചാണ് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. ആ ഒരു സംരക്ഷണമാണ് ദൈവം ഇസ്രായേലിന് നൽകുന്നത്. ഇസ്രായേലിന് മാത്രമല്ല, നമ്മളെ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നത്. ഈശോ അന്ധനോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വചനത്തിൽ അനേക തവണ ഈശോ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കരുതി വയ്ക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഒരിക്കലും കെട്ടുപോകാത്ത നല്ല ഒരു വിശ്വാസ ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിക്ഷേപിക്കണമേ. അത് ഞങ്ങളുടെ മരണം വരെ ഞങ്ങളുടെ ഹൃദയത്തിൽ കരുതി വയ്ക്കുവാനും അത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങയുടെ ഹൃദയത്തിലേക്ക് അത് എത്തുമെന്നും ആഴമായ ബോധ്യം നൽകി ഞങ്ങളെ എപ്പോഴും സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിശ്വാസം പോലത്തെ നല്ല ശക്തിയുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.